ശബരിമല യുവതി പ്രവേശന വിധി തെറ്റെന്ന് സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടതായി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. യുവതികളല്ല, ആക്ടിവിസ്റ്റുകളാണ് മല കയറിയത്. ആക്ടിവിസ്റ്റുകൾക്ക് കയറി നിരങ്ങാനുള്ള സ്ഥലമല്ല ശബരിമല എന്നാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി. വിശ്വാസികളുടെ വിശ്വാസത്തിന് ഒരു കോട്ടവും വരരുതെന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നും കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. ഈ ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് പിന്തുണ നൽകാൻ തയ്യാറായിട്ടുള്ള ഒരു വലിയ ജനസമൂഹമുണ്ട്. ആ ജനസമൂഹത്തെ ഒന്ന് സജീവമാക്കി അവരുടെ പിന്തുണ ഇതിന് ലഭ്യമാക്കുക എന്ന് പറയുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു കർത്തവ്യവും ഈ ആഗോള അയ്യപ്പ സംഗമം നിർവഹിക്കുന്നുണ്ടെന്നാണ് എൻ്റെ തോന്നൽ. അതുകൊണ്ട് തന്നെ നിശ്ചയമായിട്ടും ഇത് ഈ മഹാക്ഷേത്രത്തിൻ്റെ വികസന വഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് ഇത് മാറുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ചെറിയ വിമർശനങ്ങളും ഇതിനോടനുബന്ധമായിട്ട് ഉയർന്നുണ്ട്. സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്, യുവതീ പ്രവേശന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു നിലപാട്, അതിലിപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. എന്താണ് അത്? യഥാർത്ഥത്തിൽ അതൊരു അടഞ്ഞ അധ്യായമാണ്. നമ്മൾ ഇനി അത് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യം വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്ര വർഷമായി വിശാല ബെഞ്ചിന് ആ വിഷയത്തെ വിട്ട് സുപ്രീം കോടതി പിന്നെ വിശാല ബെഞ്ച് ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ സുപ്രീം കോടതിക്കും ബോധ്യമായി ഒരു സമൂഹത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അവിടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി വന്നതെന്നുള്ള സുപ്രീം കോടതിക്കും ബോധ്യമായിട്ടുണ്ടെന്ന് വേണം കരുതാനായിട്ട്. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ വിശാല ബെഞ്ച് രൂപീകരിച്ച് അവിടെ വിശാല ബെഞ്ചിൽ ഇത് ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി പിന്നീട് ഇക്കാര്യത്തെ സംബന്ധിച്ച് ഗൗരവത്തോടു കൂടി ആ കാര്യം കാണാതെ പോയത്. അതുകൊണ്ട് അതൊരു അടഞ്ഞ അധ്യായമാണ്. സർക്കാർ അന്ന് സ്വീകരിച്ച അങ്ങനെ ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ തീരുമാനം. ആ തീരുമാനത്തിൽ തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. കണ്ട ആക്ടിവിസ്റ്റുകൾക്ക് കയറി നിരങ്ങാനുള്ള സ്ഥലമല്ല ശബരിമല എന്ന് പറഞ്ഞു. യുവതികൾ വരികയാണെങ്കിൽ ഉള്ള കാര്യമല്ലേ നമ്മളിപ്പോൾ നോക്കേണ്ടത്. ഒരു യുവതിയും വരാൻ വേണ്ടി തയ്യാറായില്ല. ഗോകുൽ രമേഷിലേക്ക് എത്തുന്നു. ഗോകുലിന് നൽകിയ പ്രതികരണത്തിലാണ് മുൻ ദേവസ്വം മന്ത്രി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. അത് തിരിച്ചറിവാണ് എന്ന് വെറുതെ കരുതുക നിർവാഹമില്ല. ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള സർക്കാർ ഉദ്ദേശം എന്താണെന്ന് സാധാരണ ഭക്തർക്ക്, വിശ്വാസികൾക്ക് ഇപ്പോൾ വ്യക്തമാണ്. അതിനുള്ള ന്യായീകരണമായിട്ടാണോ ഈ തിരുത്തൽ? എന്തായാലും 2018 നിന്നും 2025 എത്തിയപ്പോൾ നിലപാടുകളിൽ ഉൾട്ടയടിക്കുന്ന ഒരു സാഹചര്യമാണ് CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കൈവന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മുതിർന്ന CPM നേതാവും മുൻ ദേവസ്വം മന്ത്രിയുമായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ അവർ കൈക്കൊണ്ടിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ നിലപാടെന്നൊക്കെ ഉയർത്തിക്കാട്ടിയിട്ടുള്ള ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടിനെ തകിടം മറിക്കുന്ന രീതിയിലൊരു പ്രതികരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് യുവതി പ്രവേശന വിധി, സുപ്രീം കോടതി വിധി, അത് തെറ്റായിരുന്നു, അത് തെറ്റാണെന്ന് സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടു എന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ ജനം ടിവിയോട് അല്പസമയം മുമ്പ് പ്രതികരിക്കുകയുണ്ടായത്. ഏറ്റവും ശ്രദ്ധേയം, ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന വേദിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പരാമർശം, പ്രതികരണം നമുക്ക് നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതിക്ക് ആ കാര്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശാല ബെഞ്ച് ഇതുവരെ ആ ഹർജി എടുക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. ഒരു വലിയ സമൂഹത്തെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്ന ഒരു വിധി തന്നെയായിരുന്നു ഭരണഘടനാ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അത് കൃത്യമായിട്ട് വിശാല ബെഞ്ചിന്, അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശാല ബെഞ്ച് ആ ഹർജി തൊടാതെ ഇരിക്കുന്നത് വർഷങ്ങളായിട്ടും എന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നത്. മാത്രമല്ല, നമ്മളപ്പോൾ ആ കാലഘട്ടത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിനെ പറ്റി ചോദിച്ചു, എന്തുകാരണമായിരുന്നു അത്തരത്തിലുള്ള നിലപാട് സർക്കാർ സ്വീകരിച്ചതെന്ന്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാൻ മാത്രമാണ് സർക്കാർ മുതിർന്നത്. പക്ഷേ ആക്ടിവിസ്റ്റുകളായിരുന്നു ശബരിമലയിലേക്ക് എത്തിയ അധികം ആളുകളും. ആക്ടിവിസ്റ്റുകളെ മലകയറ്റുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു തരത്തിലുമുള്ള നിലപാടായിരുന്നില്ല. കണ്ട ആക്ടിവിസ്റ്റുകൾക്ക് കയറി നിരങ്ങാനുള്ള ഇടമല്ല ശബരിമല എന്നുള്ള ഒരു വാക്യം തന്നെയാണ് അദ്ദേഹം ആ ഘട്ടത്തിൽ പ്രതികരിക്കുകയും അല്ലെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വാർത്തകളൊക്കെ ചെയ്തിരുന്നതാണ്. അതായത് ഈ വന്ന ആക്ടിവിസ്റ്റുകളെ സർക്കാർ പൂർണ്ണ സംരക്ഷണയോടുകൂടി പമ്പയിൽ നിന്നും മലകയറ്റി, ഒളിച്ചും പാത്തും മലകയറ്റി സന്നിധാനം വരെ എത്തിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ കണ്ടിരുന്നതാണ്. അപ്പോൾ ആ നിലപാടിനെ പറ്റി ചോദിച്ചപ്പോൾ സർക്കാർ ഒരു ഘട്ടത്തിലും അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ടേ ഇല്ല എന്നും സർക്കാർ പൂർണ്ണമായിട്ടും വിശ്വാസികൾ
വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കണമെന്നുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്നും മുൻ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസികളുടെ വിശ്വാസത്തിന് ഒരു കോട്ടവും തട്ടാനായിട്ട് സർക്കാർ സമ്മതിക്കുകയില്ല എന്നും ആ രീതിയിലുള്ള നിലപാട് മാത്രമേ സർക്കാർ സ്വീകരിക്കുകയുള്ളൂ എന്നും പറയുന്നു. ആക്ടിവിസ്റ്റുകൾക്ക് ഒരു സഹായവും സർക്കാർ ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല എന്നും അദ്ദേഹം പറയുന്നു. അതുകൂടാതെ അന്ന് മല കയറാൻ എത്തിയവർ ആക്ടിവിസ്റ്റുകളാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന നിഷ്കളങ്കതയായി മുൻ ദേവസ്വം മന്ത്രിയുടെ വാക്കുകൾ വിലയിരുത്തേണ്ടി വരുമോ? സാധാരണ വിശ്വാസി സമൂഹം അപ്രകാരം മുൻ മന്ത്രിയുടെ വാക്കുകൾ വിഴുങ്ങണമോ? ഒരിക്കലും അങ്ങനെ കരുതാനായിട്ട് സാധിക്കുകയില്ല. കാരണം അരിയാഹാരം കഴിക്കുന്ന ആർക്കും ആ ഒരു നിലപാടിൽ അല്ലെങ്കിൽ മന്ത്രിയുടെ വാക്കുകളെ അങ്ങനെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതികരണം തന്നെയായി മാറാം. കാലം മാറി പൊതുസമൂഹം ഏതു വിധത്തിലാണ് ആ വിഷയത്തിൽ CPM-നോട് പ്രതികാര നടപടി ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കണ്ടിരുന്നതാണ്. ആ ഘട്ടത്തിൽ തന്നെ സർക്കാർ പൂർണ്ണമായിട്ട് നിലപാട് മാറ്റിയിട്ടുണ്ടായിരുന്നു. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. അതിനുശേഷം വന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് സർക്കാരിന് തീർച്ചയായിട്ടും ഒരു വഴികാട്ടിയായി മാറി. അതിനുശേഷം സർക്കാർ ആ നിലപാടിൽ വലിയ രീതിയിൽ മയപ്പെടുത്തൽ വന്നു, വെള്ളം ചേർക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ കണ്ടിരുന്നതാണ്. എന്തായാലും ഈ 2025 എത്തുമ്പോൾ അതേ ആ നിലപാട് വീണ്ടും ആവർത്തിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം അത് എത്രത്തോളം വലുതായിരിക്കാം എന്നുള്ള ഉറച്ച ബോധ്യം CPM-നുണ്ട്. എന്തായാലും ഇന്നത്തെ സംഗമം അടക്കം അതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്നതാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി ആഗതമായിരിക്കുന്ന കാലഘട്ടത്തിൽ ന്യൂനപക്ഷ പ്രീണനമെന്ന് പറഞ്ഞ് ഇത്രയും നാളും അവരെ അല്ലെങ്കിൽ മറ്റു മതവിഭാഗങ്ങളെ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രീണനങ്ങളെല്ലാം ചെയ്തു നടന്നു. പക്ഷേ ഹൈന്ദവ സമൂഹം അത് ഒരു ഏകീകരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തുമ്പോൾ, പ്രതികരണ സ്വഭാവത്തിലേക്ക് ഹൈന്ദവ സമൂഹം ഇത്രയും നാളില്ലാത്ത രീതിയിൽ ഒരു മാറുമ്പോൾ അതിനെ കൃത്യമായിട്ട് തളയ്ക്കണം അല്ലെങ്കിൽ അതിനെ എതിരിടണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങളൊക്കെ കെട്ടിച്ചമച്ചുകൊണ്ട് നടത്തുന്നത്. ഹൈന്ദവ സമൂഹത്തിൻ്റെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം ചില പ്രതികരണങ്ങളും ഇത്തരം ചില പരിപാടികളും ഒക്കെ സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പക്ഷേ കൃത്യമായിട്ട് ഹൈന്ദവ സമൂഹത്തിന് ഈ കാര്യത്തിൽ ബോധ്യം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണം ഇന്ന് നടന്ന ഈ സംഗമം തന്നെയാണ്. ഈ സംഗമത്തിലേക്ക് എത്തിയിട്ടുള്ള പ്രാതിനിധ്യം തന്നെയാണ് ആ കാര്യം സൂചിപ്പിക്കുന്നത്. കാരണം യഥാർത്ഥ ശബരിമലയിലെ യഥാർത്ഥ വിശ്വാസികൾ, യഥാർത്ഥ ഭക്തന്മാർ, യഥാർത്ഥ ഹൈന്ദവ സമൂഹം ഈ മഹാസംഗമത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളത് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെട്ട കാര്യം തന്നെയാണ്. സർക്കാർ എവിടെ നിന്നോ കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് സർക്കാർ പരിപാടികളിലൊക്കെ പങ്കെടുപ്പിക്കുന്നത് പോലെ, തൊഴിലുറപ്പ് ആൾക്കാരെയൊക്കെ അല്ലെങ്കിൽ കുടുംബശ്രീയിലെ ചേച്ചിമാരെയൊക്കെ പങ്കെടുപ്പിക്കുന്നത് പോലെ സർക്കാർ ജീവനക്കാരെയും അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ തൊഴാൻ വന്നിട്ടുള്ള ആളുകളെയും ഒക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ടൊരു തട്ടിക്കൂട്ട് സംഗമ പരിപാടിയാണ് ഇന്നിപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഹൈന്ദവ സമൂഹത്തിന് കൃത്യമായിട്ട് ഈ സർക്കാരിൻ്റെ പൊള്ളത്തരങ്ങളും ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ പാർട്ടിയിലെ നേതാക്കളുടെ നിലപാട് മാറ്റവും അല്ലെങ്കിൽ നിലപാടിലെ പൊള്ളരുതായ്മയും ഒക്കെ കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും എത്ര നാൾ ഇത്തരത്തിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് സർക്കാരിനും ഇടത് നേതാക്കൾക്കും ഒക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് മാത്രമാണ് ഇനി പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന ചോദ്യം. എന്തായാലും ഇന്നത്തെ സംഗമം കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്ന ഫലം അവർക്ക് ലഭ്യമായി. തീർച്ചയായും ഗോകുൽ പറഞ്ഞതിന്റെ ചൂട് പറ്റി മനോജിലേക്ക് കൂടി നമുക്ക് എത്തേണ്ടതുണ്ട്. മനോജ്, ഗോകുൽ പറഞ്ഞതുപോലെ വിശ്വാസികളെ വെല്ലുവിളിച്ച് ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം അത് അത്യാഡംബര വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി ഉദ്ഘാടനം ചെയ്യുക എന്ന വിവരങ്ങൾ എന്ന വിശേഷമൊക്കെയാണ് ഇന്ന് കേരള സമൂഹം കണ്ടത്. മലയരയ മഹാസഭ ഉൾപ്പെടെയുള്ള വിശ്വാസി സമൂഹം അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകൾ, ഈ ശബരിമലയുമായി ബന്ധമുള്ള എല്ലാ സംഘടനകളും പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേസമയം സനാതനധർമ്മത്തെ അവഹേളിച്ച തമിഴ്നാട് മന്ത്രി PK ശേഖർ ബാബു ഉൾപ്പെടെയുള്ളവർ സംഗമത്തിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ച കൂടി അവിടെ നിന്നുണ്ടായി. ഇപ്പോൾ ഗോകുൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ സംഗമത്തിനുള്ള പ്രാതിനിധ്യം, ആ ലിസ്റ്റ്, അതിഥികളുടെ പട്ടിക അതെല്ലാം എടുത്ത് നോക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ തന്നെ ഈ സംഗമത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി വ്യക്തമാവുന്നതാണ്.